ഹായ് ഗായ്സ്, എല്ലാവരും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഒരു ഇയർഫോൺ നന്നാക്കാനാണ്. അപ്പം ഗായ്സ്, എൻ്റെ ഈ ഇയർഫോണിൻ്റെ വയർ തിരിച്ചു കൊടുത്താൽ മാത്രമേ ഞാൻ സൗണ്ട് കേൾക്കത്തുള്ളൂ. എൻ്റെ വയർ ഡാമേജ്ഡ് ആണ്. താഴത്തെ ഭാഗം വയറാണ് ഡാമേജ്ഡ് ആയത്. ഒരുവിധം ഇയർഫോണിലും താഴത്തെ ഭാഗത്തെ വയർ തന്നെയാണ് ഡാമേജ്ഡ് ആകുന്നത്. ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന ഡാമേജ്ഡ് ആയ വയർ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ അതിൻ്റെ പിന്ന് മാത്രമായിട്ട് ബ്ലേഡ് വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇയർഫോണിൻ്റെ ഈ വയറിനകത്ത് മെയിൻലി 4 കുഞ്ഞു വയറാണുള്ളത്. ഈ 4 വയർ ഏതിൻ്റെയൊക്കെയാണെന്നും അത് ഓഡിയോ ജാക്കിൻ്റെ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൽ കുഞ്ഞ് 4 വയർ ഏതിൻ്റെയൊക്കെയെന്ന് മനസ്സിലൊരു വഴിയുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളുടെ ഇയർഫോണിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണും. അപ്പം ഗൈസ്, ഞാൻ എൻ്റെ തുറന്നു നോക്കിയതാണിത്. G എന്ന് വെച്ചാൽ ഗ്രൗണ്ട്, R എന്ന് വെച്ചാൽ റൈറ്റ്, L എന്ന് വെച്ചാൽ ലെഫ്റ്റ്, അതുപോലെ M എന്ന് പറഞ്ഞാൽ മൈക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളറും കൂടെ നോക്കി വെക്കണം. റൈറ്റ് വന്നിരിക്കുന്നത് പച്ച കളർ, ലെഫ്റ്റ് വന്നിരിക്കുന്നത് നീല കളർ, മൈക്ക് വന്നത് ചുമല കളർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ. ഈ 4 കളർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എല്ലാത്തിലും ഇതുപോലെ എഴുതിയിരിക്കണം എന്നില്ല. ഈവൻ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഗൈസ്, ഇതിൻ്റെ 4 പിൻ എവിടെയൊക്കെ കണക്ട് ചെയ്യണം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ പിന്നിനകത്ത് ഫസ്റ്റ് പിൻ മൈക്ക്, അത് കഴിഞ്ഞ് ഗ്രൗണ്ട്, ഇനി റൈറ്റ്, ഇനി ലെഫ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഇപ്പം വേറൊരു ഫോട്ടോയും കൂടെ കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇയർഫോണിൻ്റെ ഒരു കണക്ഷൻ. ഈ രീതിയിലായിരിക്കും. ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ആ വയറിൻ്റെ കവറിങ് ഒന്ന് ബ്ലേഡ് വെച്ച് കളയുക. ഗൈസ്, ഈ ഒരു 4 കുഞ്ഞു വയറിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അത് കളയാൻ വേണ്ടി ഒരു ലൈറ്ററോ തീപ്പെട്ടി വെച്ചൊന്ന് കത്തിച്ച് അതിലിട്ട് കാണിച്ചാൽ മതി. ഗൈസ്, ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് എല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ഇനി നമ്മൾ ആ ഫോട്ടോ കണ്ട പോലെ ആ രീതിയിൽ ഇത് സോൾഡർ ചെയ്ത് വെക്കണം അവിടെ. ഗൈസ്, നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് വെക്കാം. ഗൈസ്, ഇത് ഉരുണ്ട് കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സെല്ലോ ടേപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഗൈസ്, നമ്മളിത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വർക്കിംഗ് ആണെന്ന് നോക്കാം. നമുക്കൊരു ഫോണിലോ എല്ലാം കുത്തി ഒന്ന് പാട്ടോ എല്ലാം പ്ലേ ചെയ്ത് നോക്കാം. ഗൈസ്, എൻ്റെ സ്വിച്ച് എല്ലാം വർക്കിംഗ് ആണ് നോക്കാം. എൻ്റെ സ്വിച്ച് എല്ലാം വർക്കിംഗ് തന്നെയാണ്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ആ ഇയർഫോണിന് നന്നാക്കാനുള്ള വീഡിയോ. ഇനി നമുക്ക് ആ ഒരു പിന്നെ വേറൊരു സെല്ലോ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പെല്ലാം ചുറ്റി സെറ്റാക്കി വെക്കാം. അടിയിലൊരു സ്പ്രിങ്ങും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ വശം മടങ്ങാതിരിക്കും. അപ്പം ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.